الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين أما بعد അള്ളാഹു സുബ്ഹാനഹു വ തആല വജഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം, അഖീദത്തു അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന നമ്മുടെ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മൾ വിശദീകരിക്കുന്നതിൽ നമ്മൾ ഏറ്റവും അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് അവൻ്റെ കിതാബായ ഖുർആൻ, ആ ഖുർആനിൽ അള്ളാഹു അവനെ സംബന്ധിച്ച് സ്വയം വിശേഷിപ്പിച്ച, പരിചയപ്പെടുത്തിയ, അവനുണ്ട് എന്ന രൂപത്തിൽ നമുക്ക് അറിയിച്ചു തന്ന അവൻ്റെ വിശേഷണങ്ങൾ, അത്തരം വിശേഷണങ്ങൾ, അതുപോലെ തന്നെ അവൻ്റെ പേരുകൾ, അസ്മാകൾ, സിഫാത്തുകൾ, ഇത് രണ്ടും ഉൾക്കൊള്ളുന്ന വളരെ പ്രധാനപ്പെട്ട ആയത്തുകളാണ് ഇവിടെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് എടുത്തു കൊടുക്കുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് അള്ളാഹു സുബ്ഹാനഹു സംബന്ധിച്ച് പരിചയപ്പെടുത്താൻ ഏറ്റവും നല്ല കാര്യം എന്നുള്ളത് അള്ളാഹു അവനെ സ്വയം എങ്ങനെ പരിചയപ്പെടുത്തിയോ എന്നുള്ളതിലൂടെയാണ് നമുക്ക് അള്ളാഹുവിനെ ഏറ്റവും നല്ല രൂപത്തിൽ അറിയാൻ സാധിക്കുക. പിന്നെ അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവനെ നമുക്ക് എങ്ങനെ പരിചയപ്പെടുത്തി തന്നുവോ അങ്ങനെ അറിയലാണ്. അപ്പം അതാണ് ഏറ്റവും സുരക്ഷിതമായ, ഏറ്റവും എളുപ്പമുള്ള, കൃത്യതയാർന്ന മാർഗം അതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്മുകളും സിഫത്തുകളും അടങ്ങുന്ന ആയത്തുകൾ ഇവിടെ എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ സഹായത്തോടുകൂടെ ഖുർആനിലെ ഏറ്റവും മികച്ച ആയത്ത് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന ആയത്തുൽ കുർസി, സൂറത്തുൽ ബഖറയിലെ 255 ആയത്ത്, ആ ആയത്തിൻ്റെ വിശദീകരണം ചെറിയൊരു രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്തിരുന്നു, വിശദീകരിച്ചിരുന്നു. അതിനുശേഷം ഇവിടെ സൂറത്തുൽ ഹഷറിലെ 22 മുതൽ 24 വരെയുള്ള 3 ആയത്തുകൾ, ആ ആയത്തുകളും ഇതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഒരുപാട് ഇസ്മുകളും സിഫത്തുകളും അടങ്ങുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതും ഇവിടെ എടുത്തു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, വനുഅ്മിനു ബി അന്നഹു, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തായ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ആയത്ത് എടുത്തു കൊടുക്കുകയാണ്. ഹുവല്ലാഹുല്ലദി ലാ ഇലാഹ ഇല്ലാഹു, അവൻ അള്ളാഹു, അവൻ എങ്ങനെയുള്ളവനാണ്? അവൻ്റെ ഒന്നാമത്തെ വിശേഷണം നമ്മൾ നേരത്തെ കഴിഞ്ഞ ആയത്തുൽ കുർസിയിൽ പറഞ്ഞല്ലോ, ലാ ഇലാഹ ഇല്ലാഹു, അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്നുള്ളത് അള്ളാഹുൽ വിശ്വസിക്കുന്ന ഒരുത്തൻ ആദ്യം വിശ്വസിക്കേണ്ട കാര്യം, അള്ളാഹുവിനെ പറ്റി അറിയുന്നവന് ആദ്യം അറിയേണ്ട കാര്യം, അവനെപ്പറ്റി ഏറ്റവും ആദ്യം പഠിച്ചിരിക്കേണ്ട വിഷയം എന്നുള്ളത് അവനല്ലാതെ ഇബാദത്ത് നൽകപ്പെടാൻ അർഹനായി മറ്റാരുമില്ല എന്നുള്ളതാണ്. അത് നമ്മൾ നേരത്തെ വിശദീകരിച്ചിരുന്നു ആ വിഷയം. അതിനുശേഷം അള്ളാഹുവിൻ്റെ ചില ഇസ്മുകളും സിഫത്തുകളും എടുത്തു കൊടുക്കുകയാണ്. എന്താണ്? ആലിമുൽ ഗൈബി വശഹാദ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഗൈബും ഷഹാദത്തും, നമ്മൾ ദൃശ്യവും അദൃശ്യവും, മറഞ്ഞിരിക്കുന്നതും വെളിവായതും എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ അർത്ഥം കൊടുക്കാറുണ്ട്. അപ്പം ഇങ്ങനെ ഏത് രൂപത്തിൽ നമുക്ക് പല കാലഘട്ടങ്ങളിലും പല അവസ്ഥകളിലും പല ആളുകൾക്കും അല്ലെ, ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ അദൃശ്യമായിരിക്കും, ചിലരുടെ അറിവിനനുസരിച്ച്, കഴിവിനനുസരിച്ച്. ഇപ്പൊ ഉദാഹരണത്തിന്, ഒരു കാലഘട്ടത്തിൽ കുറച്ചു കാലം മുമ്പ് വരെ ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു കുട്ടി വളരുന്നത് എങ്ങനെയാണ് എന്ന കാര്യം, അത് മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗൈബിൽ പെട്ടൊരു കാര്യമായിരുന്നു. പക്ഷെ പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് ആ വിഷയത്തിൽ കൂടുതൽ ശാസ്ത്രീയപരമായിട്ടുള്ള എളുപ്പം നൽകുകയും അങ്ങനെ പുതിയ ഗവേഷണങ്ങൾ നടത്തുകയും അങ്ങനെ അത്തരം കാര്യങ്ങൾ അവർക്ക് കണ്ടെത്താനും കൃത്യമായി പഠിച്ച് മനസ്സിലാക്കാനും സാധിച്ചപ്പോൾ അത് ഗൈബല്ലാതായി. എന്ന് വെച്ചാൽ ആപേക്ഷികമായിട്ടുള്ള, കമ്പാരിറ്റീവായിട്ട് നമ്മൾ പറയാൻ പറ്റുന്ന അങ്ങനത്തെ ഗൈബുണ്ട്. അതല്ലാതെ ശരിക്കും ഒരു പടപ്പിനും ഒരു സൃഷ്ടിക്കും അറിയാത്ത ഗൈബുണ്ട്. ഏതുപോലെ? ഇപ്പോൾ ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് ഏത് ദിവസമാണ് എന്നുള്ളത് അത് ഒരു പടപ്പിനും അറിയില്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് ഇസ്രാഫീൽ എന്ന് പേരുള്ള മലക്ക് അലൈഹിസ്സലാം, അദ്ദേഹം ഒരു
സൂർ എന്ന് പറയുന്ന ഒരു കാഹളം എന്ന് മലയാളത്തിൽ നമ്മൾ തർജ്ജമ ചെയ്യാറുണ്ട്. അതിന്റെ രൂപം നമുക്കറിയില്ല. അതിൽ ഊതുമ്പോഴാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക. ഈ ഊതുന്ന മലക്കിന് പോലും അറിയില്ല എപ്പോഴാണ് ഊതേണ്ടതെന്ന്. ഹദീസുകളിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്, ഈ മലക്ക് ഇസ്രാഫീൽ എന്ന പേരുള്ള മലക്ക് അലൈഹിസ്സലാം, ആ മലക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കാഹളത്തിനെ ആ മലക്കിന്റെ ചുണ്ടിനോട് അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിന്റെ ചെവി കൂർപ്പിച്ച് വെച്ചിട്ടുണ്ട്. വെച്ചാൽ ഇപ്പൊ ഒരു കൽപ്പന കിട്ടും എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ചെവി ഓർത്ത് നിൽക്കുകയാണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. പക്ഷെ ആ മലക്കിനും അറിയില്ല എപ്പോഴാണ് അള്ളാഹു കൽപ്പിക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഗൈബ് എന്നുള്ളത് ആപേക്ഷികമായിട്ടും അതല്ലാതെ നിസ്ബി മുത്തലഖ് എന്നാണ് അറബിയിൽ പറയാം. പൊതുവെ എല്ലാവർക്കും ഗൈബായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതല്ലാതെ ആപേക്ഷികമായിട്ട് അല്ലെങ്കിൽ മനുഷ്യന്റെ കഴിവിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇപ്പൊ ഒരു ചുമര്, ആ ചുമരിനപ്പുറത്തുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഗൈബായിട്ടുള്ള കാര്യമാണ്. അപ്പുറത്ത് എന്താണ് ഉള്ളതെന്ന് കാണാനോ മനസ്സിലാക്കാനോ അവന് കഴിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഗൈബും അള്ളാഹുവിന് ഗൈബല്ല. എന്നുവെച്ചാൽ ഒരു കാര്യവും അള്ളാഹു അറിയാതെ പോകുന്നില്ല. എത്ര ഒരു ഇരുട്ടുള്ളൊരു രാത്രി, കൂരിരുട്ടുള്ളൊരു രാത്രിയിൽ ഒരു കറുത്ത പാറയുടെ മുകളിലൂടെ ഒരു കറുത്ത ഉറുമ്പ് നടന്നു നീങ്ങിയാൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അത് സൂക്ഷ്മമായി അറിയാൻ സാധിക്കും. അങ്ങനെ ഓരോ മേഖലകൾ എടുത്തു നോക്കിയാലും ഓരോ അവസ്ഥകൾ നമ്മൾ വിശദീകരിച്ചാലും അവിടെ ഒന്നിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയാതെ പോകുന്ന അല്ലെങ്കിൽ വിട്ടുപോകുന്ന, അവന് അദൃശ്യമായി തീരുന്ന ഒരു അവസ്ഥയും ഇല്ല. അപ്പൊ എല്ലാ ഗൈബും അതല്ലെങ്കിൽ ഷഹാദത്തും അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നവനാണ്. അപ്പൊ ഈ ഒരു അവസ്ഥ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നുണ്ട് എന്നുള്ളത് അതൊരു മുസ്ലിമിന്റെ മനസ്സിൽ ഉണ്ടാക്കുന്ന മാറ്റം അത് വളരെ വലുതാണ്. പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്, ഒരു വ്യക്തിയെ തിന്മകളിൽ നിന്ന് അകറ്റി നിർത്തുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹു അവൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അവന്റെ എല്ലാ അവസ്ഥകളും അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ചിന്തയാണ്. അതിനെ മുറാഖബത്ത് എന്നാണ് പറയാം. ഈ മുറാഖബത്താണ് ഒരു അടിമയെ തിന്മയിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉണ്ട് എന്ന് പല പണ്ഡിതന്മാരും അവരുടെ കിതാബുകളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു അവസ്ഥ, നമ്മൾ ഈ ഒരു കാര്യം അള്ളാഹുവിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മളിൽ ഈ ഒരു റിസൾട്ട് വേണം. പക്ഷെ നമ്മളത് വെറുതെ പഠിക്കല്ലല്ലോ, നമ്മളത് വെറുതെ അറിയുകയല്ലല്ലോ. അറിയുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട റിസൾട്ട് എന്താ? നമ്മൾ ഏതൊരു സന്ദർഭത്തിൽ ഒറ്റയ്ക്കായാൽ പോലും ആരും നോക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ അറിയുന്നുണ്ട്, കാണുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടു കൂടെ നമ്മുടെ പരസ്യം നന്നാക്കുന്നത് പോലെ രഹസ്യവും നന്നാക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് അതിൻ്റെ താല്പര്യം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഈ തൗഹീദിൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് പിന്നെ അള്ളാഹുവിനെ പറ്റി ഏറ്റവും ആദ്യം ഈ ഒരു കാര്യം പറയുന്നത് ഇതിനത്രയും ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടാണ്, പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നത് ഹുവർ റഹ്മാനുർ റഹീം. നമ്മുടെ എല്ലാ രഹസ്യങ്ങളും അള്ളാഹു അറിയും എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിലുണ്ടാവുന്ന വികാരം പേടിയാണ്, അല്ലെങ്കിൽ നാണക്കേടാണ്. അല്ലേ? നമ്മൾ ഒരു മാന്യനായ ഒരു വ്യക്തി നോക്കി നിൽക്കുമ്പോൾ ചെയ്യാത്ത അത്രയും മ്ലേച്ഛമായ വൃത്തികെട്ട തിന്മകൾ റബ്ബ് നോക്കിയാലും നമുക്ക് സാരമില്ല, നമ്മളത് തിന്മ ചെയ്യും. പക്ഷെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ഏതെങ്കിലും ഒരാളായിരിക്കും, അയാൾ ആ തിന്മ നോക്കുന്നത് നമുക്ക് പ്രയാസം ഉണ്ടാക്കും, പക്ഷെ റബ്ബ് നോക്കുന്നത് പ്രയാസം ഉണ്ടാക്കൂല. അങ്ങനെ നമ്മൾ റബ്ബിന് കൊടുക്കുന്ന സ്ഥാനം എത്രത്തോളം മോശമാണെന്നുള്ളത് ചിന്തിക്കുമ്പോൾ നമ്മൾ ആ ചെയ്യുന്ന വൃത്തികേടുകളൊക്കെ റബ്ബ് ഒന്നൊഴിയാതെ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ ആദ്യം വരുന്ന ചിന്ത നാണക്കേടാണ്, അല്ലെങ്കിൽ പേടിയാണ്, വിഷമമാണ്. ഈ ചിന്തകൾ, അതിനെ കൃത്യമായി നിയന്ത്രിക്കാൻ റബ്ബ് സുബ്ഹാനഹു നമുക്ക് പറഞ്ഞു തരികയാണ് എന്ത്? ഹുവർ റഹ്മാനുർ റഹീം. അവൻ അങ്ങേയറ്റം റഹ്മത്തുള്ളവനാണ്.
അവൻ്റെ അങ്ങേയറ്റം വിശാലമായ റഹ്മത്തിനെ അറിയിക്കുന്ന പേരുകളാണ് അർ റഹ്മാൻ എന്ന പേരും അർ റഹീം എന്ന പേരും. എന്ന് വെച്ചാൽ നമ്മുടെ ഇത്രയും പോരായ്മകളും നമ്മുടെ ഇത്രയും വൃത്തികെട്ട അവസ്ഥകളും നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ അത്രയും വലിയ തിന്മകളെ പറ്റി നമ്മൾ ആലോചിച്ച് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നിരാശയിലേക്ക് എത്തരുത്. നമുക്ക് നാണക്കേട് ഉണ്ടാവും, സ്വാഭാവികം. കാരണം ആരും അറിയാതെ നമ്മൾ ആളുകളുടെ മുന്നിൽ വളരെ വലിയ മാന്യന്മാരാ, മുത്തക്കികളാണ്, എല്ലാവർക്കും നമ്മളെ പറ്റി നല്ലതേ പറയാനുള്ളൂ. പക്ഷെ നമ്മുടെ രഹസ്യ ജീവിതത്തിൽ നമ്മൾ റബ്ബുമായിട്ട് ഒറ്റയ്ക്കാകുമ്പോൾ നമ്മൾ ചെയ്തു കൂട്ടുന്ന തിന്മകൾ അത് നമുക്കൊരിക്കലും മറ്റൊരു പടപ്പിന്റെ മുന്നിൽ വെച്ച് ചെയ്യാൻ ഒരിക്കലും സാധിക്കാത്തത്രയും മോശപ്പെട്ട തിന്മകൾ നമ്മൾ റബ്ബിനെ സാക്ഷിയാക്കി ചെയ്തിട്ടുണ്ട് ഒറ്റയ്ക്കാവുന്ന സന്ദർഭങ്ങളിൽ. അപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ വിഷമം ഉണ്ടാകണം, ശരി തന്നെയാണ്. സങ്കടം വരേണ്ടതുണ്ട്, നിരാശ ഉണ്ടാകേണ്ടതുണ്ട്. അല്ലെങ്കിൽ നിരാശയല്ല, ആ ഒരു നാണക്കേടും അല്ലെങ്കിൽ പ്രയാസവും പേടിയൊക്കെ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. പക്ഷേ അതെന്തിലേക്ക് എത്തരുത്, നിരാശയിലേക്ക് എത്തരുത്. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്തിനെ പറ്റി ഇവിടെ പറയുന്നത്. അത് ഖുർആനിൻ്റെ ഒരു രീതിയാണ്, മൻഹജാണ്. ഖുർആനിൽ നിങ്ങൾ എവിടെ നോക്കിയാലും, ഏത് ആയത്തുകൾ, ഏത് സന്ദർഭങ്ങൾ എടുത്തു നോക്കിയാലും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പേടി, ഭയം, അത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കാൻ കാരണമാകുന്ന കാര്യങ്ങൾ എവിടെയൊക്കെ പരാമർശിക്കുന്നോ അതിനോടൊപ്പം എന്തും ചെയ്യും, അവനിൽ നമുക്ക് പ്രതീക്ഷ വയ്ക്കാൻ കാരണമാക്കുന്ന കാര്യങ്ങളും അള്ളാഹു പരാമർശിക്കും. കാരണം ഇത് രണ്ടും ഒരുമിച്ച് ഒരു മനുഷ്യൻ്റെ, ഒരു മുഅ്മിനിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് ഏതെങ്കിലും ഒന്ന് പരിധി വിട്ടു പോയാൽ, ഒന്ന് മറ്റൊന്നിനേക്കാൾ മുൻകടന്നാൽ, അതിജയിച്ചാൽ ഒരു മനുഷ്യൻ സിറാത്തുൽ മുസ്തഖീമിൽ തെറ്റിപ്പോവാൻ അത് മാത്രം മതിയാവും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയുകയാണെങ്കിൽ, ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ തന്നെ പലരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് തിന്മകൾ ചെയ്യുകയും ഹറാമാണെന്ന് പറഞ്ഞു കൊടുത്താൽ അവരതിന് പ്രതികരിക്കുകയും ചെയ്യുക. എങ്ങനെയാ? അള്ളാഹു റഹ്മാനാണ്, അവൻ അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്, ഗഫൂറാണ്, തൗവാബാണ്, കരീമാണ്, എനിക്ക് തൗഹീദൊക്കെ ഉണ്ട്, ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇതൊക്കെ അള്ളാഹു എനിക്ക് പുറത്തു തരും എന്ന് പറഞ്ഞുകൊണ്ട് ആ തെറ്റിൽ തന്നെ തുടരുന്ന, യഥേഷ്ടം തിന്മകളിൽ വിഹരിക്കുന്ന ഒരാൾ. ഇതും അപകടമാണ്. നേരെ തിരിച്ച് വേറെ ചില ആളുകളുണ്ട്, അവരൊരുപാട് കാലം തിന്മകളിൽ വീണുപോയി, തിന്മകൾ ചെയ്തു പോയി. പിന്നെ അവർ സ്വയം വിചാരിക്കുന്നത്, ഞാൻ ഇത്രയൊക്കെ തിന്മകൾ ചെയ്തിട്ട് ഇനി എനിക്കെങ്ങനെ എൻ്റെ റബ്ബ് പുറത്തു തരാനാണ്, ഇനിയൊന്നും എനിക്ക് എൻ്റെ റബ്ബ് പുറത്തു തരാൻ പോകുന്നില്ല എന്ന് വിചാരിച്ച് ആ തെറ്റിൽ തന്നെ തുടരുന്ന ആളുകളും നമ്മൾ കാണാറുണ്ട്. ഇത് രണ്ടും അപകടമാണ്. ഒരിക്കലും നമുക്ക് റബ്ബിലുള്ള പ്രതീക്ഷ, റബ്ബിനെ പറ്റിയിട്ടുള്ള പേടിയെ മറികടക്കാൻ പാടില്ല. നേരെ തിരിച്ചും അങ്ങനെ തന്നെ. പേടി പ്രതീക്ഷയും മറികടക്കാൻ പാടില്ല, പ്രതീക്ഷ പേടിയും മറികടക്കാൻ പാടില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ രൂപത്തിൽ ഇവിടെ അള്ളാഹു ആദ്യം അവൻ എല്ലാ കാര്യത്തെപ്പറ്റി അറിയുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ട് അവൻ്റെ റഹ്മത്തിനെ പറ്റി പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അവൻ അങ്ങേയറ്റ റഹ്മത്തുള്ള, ആ റഹ്മത്തിൽ നമുക്ക് പ്രതീക്ഷ വേണം. നമ്മൾക്ക് ഒരുപാട് പോരായ്മകളുണ്ട്, അല്ലേ? നമ്മൾ ദിനേന എന്നുള്ള ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ട്. റബ്ബ് കൽപ്പിച്ച ഒരുപാട് വാജിബുകൾ നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. ചെയ്യുന്ന വാജിബുകൾ തന്നെ ഏറ്റവും പൂർണ്ണമായ രൂപത്തിലൊന്നുമല്ല ചെയ്യുന്നത്. എന്നിട്ടും നമ്മളെപ്പറ്റി എന്തൊക്കെയോ വിചാരത്തിലാണ്. ഞാനിപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോവും, സ്വർഗത്തിൽ പോയിട്ട് വേണം അത് ചെയ്യാൻ, അങ്ങനെ ചെയ്യാൻ, ആ അനുഗ്രഹത്തിൽ അതിൽ ആസ്വദിക്കാൻ, ഇതിലേക്ക് പോവാൻ എന്നൊക്കെ കണക്കുകൂട്ടലുകളാണ് നമ്മളിപ്പോൾ. നമുക്കാരും ഉറപ്പ് തന്നതുപോലെയാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ അവസ്ഥയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, അതൊക്കെ മാറ്റി ശരിയാക്കി നല്ല രൂപത്തിലേക്കാകും, അതിന് റബ്ബിനെ സഹായിക്കുന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട്. നമ്മുടെ ചെയ്ത തെറ്റുകൾ റബ്ബ് നമുക്ക് പുറത്തു തരും, അതിനുവേണ്ടി നമ്മൾ ചെയ്ത തൗബകൾ റബ്ബ് നമ്മൾ സ്വീകരിക്കും, നമുക്ക് പ്രതീക്ഷയുണ്ട്. അങ്ങനെ നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടല്ലെങ്കിൽ കൂടെ അവൻ്റെ റഹ്മത്തിൻ്റെ വലിപ്പം കൊണ്ട്, വിശാലത കൊണ്ട് റബ്ബ് നമ്മളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നൊക്കെ നമുക്ക് പ്രതീക്ഷ ഉണ്ട്. അത് വേണം, അതൊരു മുസ്ലിമിന് നിർബന്ധമായും വേണ്ട പ്രതീക്ഷയാണ്. അപ്പം ആ പ്രതീക്ഷ നിലനിർത്താനാണ് ഇത്തരം ഈ രൂപത്തിൽ എന്ത് ചെയ്യുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല രണ്ട് ആശയങ്ങൾ യോജിക്കുന്ന രൂപത്തിൽ ഒരുമിച്ച് ഇത്തരം ആയത്തുകൾ കൊണ്ടുവരുന്നത് കൊണ്ടാണ്.
അപ്പൊ ഹുവർ റഹ്മാനുർ റഹീം, അവൻ റഹ്മാനും റഹീമുമാണ്. എന്താണ് റഹ്മാൻ? നമ്മൾ ബിസ്മിയിലൊക്കെ കാണാറുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനുർ റഹീം. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട രണ്ട് പേരുകളാണ് എന്ത്? ബിസ്മി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാ സൂറത്തുകളുടെ തുടക്കത്തിൽ നമ്മൾ ആവർത്തിച്ച് ചൊല്ലുന്ന കാര്യമാണ് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അപ്പൊ അതിൽ അള്ളാഹുവിന്റെ പേരിനോടൊപ്പം അവൻ കൂടെ അതിനോട് ചേർത്തി പറഞ്ഞ രണ്ട് പേരുകൾ എന്നുള്ള ശ്രേഷ്ഠത മാത്രം മതി ഈ രണ്ട് പേരുകൾക്കുള്ള ശ്രേഷ്ഠതയായിട്ട്. അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള രണ്ട് പേരുകളാണ്. ഇത് രണ്ടും റബ്ബിന്റെ റഹ്മത്തിന്റെ വിശാലത അറിയിക്കുന്നത്. പക്ഷേ ഇത് രണ്ടിലും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഒന്നാമത്തെ വ്യത്യാസം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, റഹ്മാൻ എന്നുള്ള അള്ളാഹുവിന്റെ പേര്, ആ ഒരു പേര് അള്ളാഹു അവന്റെ സ്വന്തത്തിൽ അങ്ങേയറ്റം വിശാലമായ റഹ്മത്തുള്ളവനാണ് എന്നുവെച്ചാൽ അള്ളാഹുവിന്റെ സിഫത്ത്, അവന്റെ വിശേഷണത്തെ അറിയിക്കുന്ന പേരാണ്. റഹീം എന്ന് വെച്ചാൽ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉദ്ദേശിക്കുന്ന അളവിൽ റഹ്മത്ത് ചെയ്യുന്നവനാണ് എന്ന അവന്റെ ഫിഅല്, പ്രവർത്തനം, ഒന്ന് വിശേഷണവും മറ്റൊന്ന് പ്രവർത്തനവും. അപ്പൊ ഈ രൂപത്തിൽ വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട്. വേറെ ചില പണ്ഡിതന്മാർ വിശദീകരിച്ചത് റഹ്മാൻ എന്ന് വെച്ചാൽ എല്ലാവർക്കും, മുസ്ലിം എന്നോ അമുസ്ലിം എന്നോ, നന്മ ചെയ്യുന്നവനെന്നോ തെമ്മാടിയെന്നോ, അള്ളാഹുവിനെ അനുസരിക്കുന്നവനെന്നോ ധിക്കരിക്കുന്നവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും റഹ്മത്തില്ലേ. നമ്മൾ ദുനിയാവിൽ കാണുന്നുണ്ടല്ലോ ആ കാഴ്ച. അള്ളാഹുവിനെ അങ്ങേയറ്റം ധിക്കരിച്ച് അവനെ വെല്ലുവിളിച്ച് അവനില്ലെന്ന് വാദിച്ച് അങ്ങനെയൊക്കെ അഹങ്കരിച്ച് നടക്കുന്ന ആളുകൾ, അവരൊരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല പിടികൂടുന്നില്ല. അവരുടെ ഭക്ഷണത്തിന് യാതൊരു കുറവും വരുന്നില്ല, അവർക്ക് വെള്ളം കിട്ടാതാവുന്നില്ല, ശ്വസിക്കാൻ വായു ഇല്ലാതാകുന്നില്ല, ഒന്നുമില്ല. അതൊക്കെ റബ്ബിന് വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. പക്ഷെ അവർ വളരെ സുഖലോലുപരായി ഒരു തടസ്സവുമില്ലാതെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഈ ദുനിയാവിൽ ജീവിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും റഹ്മത്ത് ചെയ്യുന്ന ആ ഒരു അർത്ഥമാണ് റഹ്മാൻ എന്ന പേരിനുള്ളത്. അതേപോലെ തന്നെ റഹീം എന്ന പേരിന് ഈമാനുള്ളവർക്ക്, അള്ളാഹുവിനെ വഴിപ്പെട്ടവർക്ക്, അവന്റെ കൽപ്പനകൾ അനുസരിക്കാൻ ശ്രമിക്കുന്നവർക്ക് റബ്ബ് എന്ത് ചെയ്യും? പ്രത്യേകം അവർക്ക് വേറെ തന്നെ ഒരു റഹ്മത്താണ്, അത് നൽകും എന്ന അർത്ഥത്തിൽ വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട്. എന്തായാലും അള്ളാഹുവിന്റെ വിശാലമായ റഹ്മത്തിനെ അറിയിക്കുന്ന പേരാണ് ഈ രണ്ട് പേരുകളും. എത്രത്തോളം വിശാലമാണ് അള്ളാഹുവിന്റെ റഹ്മത്ത്, അത് നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് സംഭവമുണ്ട് ഹദീസുകളിൽ. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ചുരുക്കത്തിൽ പറയാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ യുദ്ധത്തിൽ നിന്ന് പിടിക്കപ്പെട്ട തടവുകാരൻ, ആ തടവുകാർ ഒരു സ്ഥലത്ത് ഒരുമിച്ച് ചേർത്തിയിട്ടുണ്ട്. അതിനടുത്ത് ഈ ഒരുമിച്ച് ചേർത്തിയ കൂട്ടത്തിനടുത്ത് സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിൽ ഈ യുദ്ധ തടവുകാരിൽപ്പെട്ടൊരു സ്ത്രീ, അവർ വളരെയധികം വെപ്രാളപ്പെട്ടുകൊണ്ട് തലങ്ങും വിലങ്ങും ഓടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് ശ്രദ്ധിക്കുകയാണ്. വളരെ വെപ്രാളപ്പെട്ട് വളരെയധികം ബേജാറായിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? തലങ്ങും വിലങ്ങും പായുന്നത്. അവരുടെ ആ പരക്കം പാച്ചില് അവസാനം എന്ത് ചെയ്യാണ്? അവരുടെ കുട്ടിയെ, അവർ അന്വേഷിച്ചു കൊണ്ടിരുന്ന അവരുടെ ചെറിയ പാല് മാത്രം കുടിക്കുന്ന കുട്ടിയെ അവർക്ക് കിട്ടുകയും കുട്ടിയെ കണ്ടതും സന്തോഷത്തോടെ വാരിപ്പുണർന്നുകൊണ്ട് കുട്ടിക്ക് ഒരുപാട് ചുംബനങ്ങൾ നൽകിക്കൊണ്ട് തൻ്റെ മാറോട് ചേർത്ത് ആ കുട്ടിക്ക് പാൽ കൊടുക്കുകയും ചെയ്യാം. ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഈ ഒരു ഉമ്മ ഈ ഒരു കുട്ടിയെ തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഈ കാഴ്ച കാണുന്ന സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഈ ഒരു ഉമ്മ തൻ്റെ കുട്ടിയെ നരകത്തിലേക്ക് അല്ലെങ്കിൽ തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? സ്വഹാബത്ത് പറഞ്ഞു, ഇല്ല റസൂൽ, ഒരിക്കലും വലിച്ചെറിയൂല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത്, ഈ ഉമ്മ തൻ്റെ കുട്ടിയോട് എത്രത്തോളം റഹ്മത്തുണ്ടോ അതിനേക്കാൾ റഹ്മത്തുള്ളവനാണ് നിങ്ങളുടെ റബ്ബ്. അല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഈ ദുനിയാവിൽ നമ്മൾ കാണുന്ന ഈ റഹ്മത്തുകളൊക്കെ ഉണ്ടല്ലോ, ഉമ്മമാർ മക്കളോട് ചെയ്യുന്ന റഹ്മത്ത്, സഹോദരന്മാർ സഹോദരന്മാരോട് ചെയ്യുന്നത്, ഈ തള്ളക്കോഴി പരുന്തിനെ കാണുമ്പോൾ കോഴിക്കുഞ്ഞുങ്ങളെ ചിറകിലേക്ക് അടുപ്പിക്കുന്ന റഹ്മത്ത്, കുതിര അതിൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാവുമെന്ന് പേടിക്കുമ്പോൾ അതിൻ്റെ കുളമ്പടി ഉയർത്തി ആ രൂപത്തിൽ പ്രവർത്തിക്കുന്ന, അതിനെ പ്രേരിപ്പിക്കുന്ന റഹ്മത്ത്, ഈ റഹ്മത്ത്, ഇത് നമ്മൾ ദുനിയാവിലുള്ള ഈ റഹ്മത്ത് മാത്രം
പടപ്പുകൾക്കിടയിലുള്ളത് മാത്രം ഒന്ന് കൂട്ടിച്ചേർത്തൊന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയേ, ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, എത്ര ഉണ്ടാവും? അത് ശരിക്കും നമ്മൾ അതിന് കണക്കാക്കേണ്ട പോലെ കണക്കാക്കി നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഈ ദുനിയാവിനേക്കാളും ഉണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു റഹ്മത്ത് എന്നുള്ളത് ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഅ്മിനുകളായ അടിമകൾക്ക് വേണ്ടി ഖിയാമത്ത് നാളിൽ നിശ്ചയിച്ചിട്ടുള്ള റഹ്മത്തിന്റെ 100-ൽ 1 മാത്രം, ഒരു ശതമാനം നമ്മൾ പറയാറുണ്ട്, 1%. ആ 100-ൽ 1% മാത്രമാണ് ഈ ദുനിയാവിലെ മൊത്തം റഹ്മത്ത്. അപ്പോ നമുക്കെങ്ങനെയാണ് ഇത്രയും റഹ്മത്തുള്ള റബ്ബിന്റെ അടുക്കലേക്കാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? നാളെ വിചാരണയ്ക്ക് ചെന്ന് നിൽക്കാനുള്ളത്. അതുകൊണ്ട് നമുക്കൊരിക്കലും നിരാശപ്പെടുക എന്നുള്ളത് ഒരിക്കലും പാടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശരിയായ രൂപത്തിൽ റബ്ബിന്റെ റഹ്മത്ത് കിട്ടാൻ റബ്ബ് നിശ്ചയിച്ച നിബന്ധനകൾ, കടമ്പകൾ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ടോ, പാലിച്ചിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ് നമ്മൾ പരിശോധിക്കേണ്ട കാര്യം. അപ്പൊ അങ്ങേയറ്റം റഹ്മത്തുള്ളവനാണ്. അതിനുശേഷം അടുത്ത ആയത്തിലും വീണ്ടും അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെയും തുടങ്ങുന്നത്. അള്ളാഹു, അവനല്ലാതെ ഇബാദത്ത് നൽകപ്പെടാൻ അർഹനായി മറ്റാരുമില്ല. എന്നിട്ട് അള്ളാഹുവിന്റെ ചില പേരുകൾ പറയാം. അൽ മലിക്, അൽ ഖുദ്ദൂസ്, അസ്സലാം, അൽ മുഅ്മിൻ, അൽ മുഹൈമിൻ, അൽ അസീസ്, അൽ ജബ്ബാർ, അൽ മുതകബ്ബിർ. ഇതൊക്കെ അള്ളാഹുവിന്റെ ഇസ്മുകളിൽപ്പെട്ട, നാമങ്ങളിൽപ്പെട്ട, അത്യുത്തമമായ നാമങ്ങളിൽപ്പെട്ട നാമങ്ങളാണ്. എന്താണ് അൽ മലിക്? അൽ മലിക് എന്ന് പറഞ്ഞാൽ രാജാവ്. എല്ലാത്തിൻ്റെയും അധികാരം അള്ളാഹുവിന്റെ കൈകളിലാണ്. എല്ലാത്തിൻ്റെ അധികാരം അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് യഥാർത്ഥത്തിൽ രാജാവ്. അല്ലേ? ഖിയാമത്ത് നാളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ അടിമകളെയും സാക്ഷിയാക്കിക്കൊണ്ട് ആകാശങ്ങളെ ചുരുട്ടിപ്പിടിക്കും, ഭൂമിയെ അവൻ്റെ ഒരു പിടുത്തത്തിനുള്ളിലാക്കും. എന്നിട്ട് അതിനെ പിടിച്ചു കുലുക്കിക്കൊണ്ട് എന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആല ഉറക്കെ വിളിച്ചു ചോദിക്കും, ഐന മുലൂക്കുൽ അർദ്, ഭൂമിയിലെ രാജാക്കന്മാരെവിടെ? അനൽ മലിക്, ഞാനാണ് രാജാവ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു പറയും. അപ്പൊ യഥാർത്ഥത്തിലുള്ള അധികാരം എന്നുള്ളത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ഏറ്റവും വലിയ രാജാവ് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ അവനാണ്. എല്ലാം അവന്റെ അധികാരത്തിന് കീഴിൽ. നമ്മുടെ ഹൃദയം പിടിക്കുന്നത് പോലും റബ്ബിന്റെ തീരുമാനപ്രകാരം മാത്രമാണ്. റബ്ബ് അത് സ്റ്റോപ്പാകാൻ ഉദ്ദേശിച്ചാൽ അത് സ്റ്റോപ്പായിരിക്കും. നമ്മൾ എത്ര ചെക്കപ്പ് നടത്തിയ ആളുകളാണെങ്കിലും, എത്ര നമ്മൾ ഈ ഫിസിക്കലി ഫിറ്റ് ആണെങ്കിലും, നമുക്കൊരു രോഗം ബാധിച്ചിട്ടില്ലെങ്കിലും, എങ്ങനെയാണെങ്കിലും, നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ഒക്കെ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് നമ്മുടെ അധികാരി. അവൻ തീരുമാനിച്ചാൽ, അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല കത്തിജ്വലിക്കുന്ന ചൂട് മാത്രം നൽകുന്ന തീയിനോട് തണുപ്പാകാനും സമാധാനമാകാനും കൽപ്പിച്ചാൽ ആ തീക്ക് അങ്ങനെ ആകുകയല്ലാതെ വേറൊരു നിവൃത്തിയില്ല. അല്ലെ? ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ സംഭവത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം ചരിത്രം. അദ്ദേഹത്തിനെ കത്തിക്കാൻ വേണ്ടി ആ നാട്ടുകാർ ഒരുമിച്ച് കൂട്ടിയ തീ, അത് മുഫസ്സിറുകൾ വിശദീകരിക്കുന്ന കാണാം, പല അസറുകളിലും വന്നിട്ടുള്ളതായി കാണാം. ആ തീ കത്തിച്ചിട്ട് ആ തീയുടെ എത്രയോ മുകളിലൂടെ പോലും ഒരു പക്ഷിക്ക് പോലും എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, കടന്നു പോകാൻ പറ്റാത്തത്രയും ശക്തമായ തീയാണ്. ആ തീയിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി ഇദ്ദേഹത്തെ, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ ഇടാൻ പോലും സാധിക്കാത്തത് കൊണ്ട് ആ നാട്ടുകാർ അദ്ദേഹത്തെ ഒരുപാട് ദൂരത്ത് നിന്ന് എന്ത് ചെയ്യണം, നമ്മൾ അമ്പ് എയ്യുന്നത് പോലെ ഒരു മരത്തടിയിൽ ഇദ്ദേഹത്തെ കെട്ടി ദൂരെ നിന്ന് ഈ തീയിലേക്ക് എറിയുകയാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്, കുൽന യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. അപ്പോൾ നാം പറഞ്ഞു, തീയെ നീ ഇബ്രാഹിമിന്റെ മേൽ തണുപ്പും സമാധാനമാക്കണം. അപ്പൊ ഇബ്രാഹിം അലൈഹി സ്വലാം തീയിൽ പെട്ടിട്ടും അദ്ദേഹത്തിന് ആ തീ
ചെറിയൊരു പൊള്ളലേൽപ്പിക്കുകയോ അത് അദ്ദേഹത്തിന് ചൂട് കൊണ്ട് പ്രയാസമുണ്ടാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം ഒന്നും സംഭവിക്കാത്തതുപോലെ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് വരികയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിൻ്റെ അധികാരിയാണ്. അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ ഇന്നമാ അംറുഹു ഇദാ അറാദ ഷൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവനൊരു കാര്യം ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അതിനോട് ഉണ്ടാകും എന്ന് പറയുമ്പോൾ അത് ഉണ്ടാകും. എന്തൊരു കാര്യവും നിങ്ങൾക്കറിയോ, ഈ സൃഷ്ടിജാലങ്ങളിൽ പെട്ടത്രയും നമ്മളൊക്കെ അമ്പരം നിന്ന് പോകുന്ന, നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോകുന്ന ഈ സൃഷ്ടിജാലങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനത് സൃഷ്ടിക്കാൻ ഒരു പ്രയാസമില്ല. അവൻ അതിനോട് ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ അത് ഉണ്ടായി. അത്ര എളുപ്പമാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അവൻ്റെ എല്ലാത്തിൻ്റെയും അധികാരിയും ഉടമസ്ഥനുമാണ്. അവനാണ് യഥാർത്ഥത്തിലുള്ള രാജാവ്. നമ്മളൊക്കെ അവൻ്റെ അടിമകളാണ്. നമ്മളൊക്കെ അവൻ്റെ അടിമകൾ. ഈ ഒരു ബോധം നമുക്ക് ഉണ്ടാവണം. പക്ഷെ അള്ളാഹു മലിക്കാണെന്ന് പഠിക്കുമ്പോൾ നമ്മൾ എന്തും പഠിക്കണം? ഞാൻ അടിമയാണെന്നുള്ള ബോധവും നമുക്കുണ്ടാവണം. അതും നമ്മൾ പഠിക്കണം. നമ്മൾ പറയാറുണ്ട്, മുസീബത്തുകൾ, ജീവിതത്തിൽ അങ്ങേയറ്റം കഷ്ടപ്പെടുന്ന പ്രയാസഘട്ടങ്ങൾ വരുമ്പോൾ നമ്മളോട് പറയാൻ പറഞ്ഞ എന്താ? ഇന്നാ ലില്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിൻ്റെതാണ്. ഞങ്ങൾ അള്ളാഹുവിൻ്റെ, എന്ന് വെച്ചാൽ ഞങ്ങൾ അള്ളാഹുവിൻ്റെ അടിമകളാണ്. അവൻ എൻ്റെ ഉടമസ്ഥനാണ്, യജമാനാണ്. അവൻ എന്ത് എൻ്റെ ജീവിതത്തിൽ തീരുമാനിച്ചാലും അവനത് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. കാരണം അവൻ എൻ്റെ ഉടമസ്ഥനാണ്. അവൻ എൻ്റെ ജീവിതത്തിൽ എന്ത് തീരുമാനിച്ചാലും എനിക്കത് എതിർത്ത് ചോദിക്കാനോ ചോദ്യം ചെയ്യാനോ അതിനോട് മനസ്സിൽ പോലും ഒരു എതിർപ്പുണ്ടാവാനോ എനിക്ക് പാടില്ല. ഞാനത് പൂർണ്ണമായിട്ടും അത് ഉൾക്കൊള്ളണം, സ്വീകരിക്കണം. കാരണം ഞാൻ അവൻ്റെ അടിമയാണ്. ഇതാണ് ഇന്നാ ലില്ലാഹ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ മലിക്കാണ്. അതേപോലെ തന്നെ അൽ ഖുദ്ദൂസ്. ഖുദ്ദൂസ് എന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കണം, ഒരു ന്യൂനതയും ഇല്ലാത്തത്, അല്ലെങ്കിൽ വാഴ്ത്തപ്പെട്ടത്, അങ്ങനെ ഒരുപാട് പലതരത്തിലുള്ള അർത്ഥങ്ങൾ പണ്ഡിതന്മാർ ഈ പേരിന് നൽകിയിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷണമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഒരു ന്യൂനത എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യവും നമ്മുടെ റബ്ബിനില്ല. ഒരു ന്യൂനതയില്ല. അതെന്ത് ന്യൂനത ആയിക്കോട്ടെ, ഒരൊറ്റൊരു ന്യൂനത പോലും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്കില്ല. നമ്മൾ വളരെ അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് പൂർണ്ണത മാത്രമേ ഉള്ളൂ. അവൻ ഒരു ന്യൂനതയും, എന്ത് കാര്യം, നമ്മൾ ഏത് മേഖലയിലാണെങ്കിലും ഏത് രൂപത്തിലാണെങ്കിലും ന്യൂനതയാകുന്ന ഒരു കാര്യവും റബ്ബിനില്ല. ഉദാഹരണത്തിന് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണെങ്കിൽ, ഒരു സന്താനമുണ്ടാവുക എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നിലനിൽപ്പിന് ആവശ്യമുള്ള കാര്യമാണ്. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ശരിക്കും അതൊരു ന്യൂനതയാണ് അല്ലെ? മനുഷ്യന്മാർ സ്ത്രീകളുടെ വിഷയത്തിൽ പിഴച്ചു പോകുമ്പോൾ, അല്ലെങ്കിൽ അതിൽ അവൻ തെറ്റിപ്പോകാൻ സാധ്യത ഉണ്ടാവുമ്പോൾ നമ്മൾ എന്താ പറയാറ്? അത് അവൻ്റെ വീക്ക്നെസ്സാണ്. വീക്ക്നെസ് എന്ന് വെച്ചാൽ ദുർബലത. അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ട ദുർബലനായിട്ടാണ്. അവനിൽ ആ ദുർബലതയുണ്ട്. ആ ദുർബലത കാരണത്താൽ അവൻ എന്ത് ചെയ്യാൻ കഴിയില്ല? ഒരു സ്ത്രീ ഇല്ലാതെ അവന് ഒരു ജീവിതം ഇവിടെ എന്ത് ചെയ്യാൻ കഴിയില്ല, മുന്നോട്ട് കൊണ്ടുപോവുക സാധ്യമല്ല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനൊരു ന്യൂനതയും ഇല്ലാത്തത് കൊണ്ട് അവൻ ആരുടെയും ആവശ്യമില്ല. ഒരു ഭാര്യയുടെയോ സന്താനത്തിൻ്റെയോ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ സഹോദരന്മാരുടെയോ പങ്കാളിയുടെയോ ഒന്നിൻ്റെ ആവശ്യം അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്കില്ല. കാരണം അതൊരു ന്യൂനതയാണ്. നമുക്ക് മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരിക, നമ്മുടെ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ നമുക്ക് മറ്റൊരു കാര്യത്തെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരിക എന്നുള്ളത് ഒരു ന്യൂനതയാണ് ശരിക്കും. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം അറിയാതിരിക്കുക എന്നുള്ളത്,
അതൊരു വലിയ ന്യൂനതയാണ്. എന്തെങ്കിലും ഒരു കാര്യം, എന്ത് കാര്യം ആയിക്കോട്ടെ, അത് ഒരു കാര്യം അറിയാതെ പോവുക, അത് നമുക്ക് ആ വിഷയത്തിൽ അറിവില്ലായ്മ നിലനിൽക്കുക എന്നുള്ളത് വലിയൊരു ന്യൂനതയാണ്. അതേപോലെ തന്നെ നമുക്ക് ക്ഷീണം വരിക, ഉറങ്ങിപ്പോവുക, അല്ലെങ്കിൽ വയസ്സാവുക, ശക്തി ക്ഷയിച്ചു പോവുക, ഇങ്ങനെ എത്ര ന്യൂനതകളുണ്ട് മനുഷ്യന്, അല്ലേ? അവന് ഭക്ഷണം കഴിക്കാതെ അവൻ്റെ ജീവൻ നിലനിർത്താൻ കഴിയില്ല. ഭക്ഷണമായി ഉള്ളിലേക്ക് എന്തെങ്കിലും കൊടുത്തുകൊണ്ടേയിരുന്നാലേ അവൻ്റെ വളർച്ചയും ജീവന്റെ നിലനിൽപ്പൊക്കെ അവന് സാധ്യമാവുകയുള്ളൂ. അതുപോലെ തന്നെ കണ്ടാൽ അറയ്ക്കുന്ന വൃത്തികെട്ട ദുർഗന്ധമുള്ള പല കാര്യങ്ങളും അവൻ്റെ ശരീരത്തിൽ നിന്ന് മലവും മൂത്രവും ഒക്കെ ആയിട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇങ്ങനെ എത്ര ന്യൂനതകളാണ് ഈ അഹങ്കരിച്ച് നടക്കുന്ന മനുഷ്യനുള്ളത്. പക്ഷെ ഇത്തരം ഒരു ന്യൂനതകളും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്കില്ല. ഒരു ന്യൂനതയില്ല. ഏത് രൂപത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഒരു തരത്തിലുള്ള ന്യൂനതയും ഇല്ല. അതേപോലെ തന്നെ അർത്ഥം കിട്ടുന്ന പേരാണ് അസ്സലാം എന്നുള്ള പേര്. അതിന് മറ്റൊരു അർത്ഥമുള്ളത് രക്ഷ നൽകുന്നവൻ എന്നുള്ള അർത്ഥമുണ്ട്. രക്ഷ നൽകുന്നവൻ എന്നുള്ള അർത്ഥമുണ്ട്. നമ്മൾ സലാമത്ത് ആക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ സാധാരണ സലാം പറയുമ്പോൾ അസ്സലാമു അലൈക്കും എന്നാണ് പറയാറ്. നിങ്ങളുടെ മേൽ രക്ഷയുണ്ടാകട്ടെ. അപ്പം രക്ഷ എന്നുള്ള അർത്ഥവും അതേപോലെ തന്നെ രക്ഷ നൽകുന്നവെന്നുള്ള അർത്ഥവും ഒക്കെ എന്തിനുണ്ട്? അസ്സലാം എന്ന പേരിനുണ്ട്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് രക്ഷ നൽകുന്നവൻ. അവൻ രക്ഷപ്പെടുത്തിയാലാണ് നമ്മൾ രക്ഷപ്പെടുക. അത് ഏത് രക്ഷയാണെങ്കിലും ഏത് വിഷയത്തിലാണെങ്കിലും അങ്ങനെ തന്നെ. അല്ലെ, സലഫുകൾ പറയാറുണ്ട്, ലൈസൽ അജബു ബിമൻ ളല്ല കൈഫ ളൽ വലാകിന്നൽ അജബു ബിമൻ നജാ കൈഫ നജാ. വഴിതെറ്റിയവൻ, വഴിപഴച്ചു പോയവൻ എങ്ങനെ വഴിപഴച്ചു പോയി, അവൻ എങ്ങനെ വഴിതെറ്റി എന്നുള്ളതിൽ പ്രത്യേകിച്ചൊരു അത്ഭുതമൊന്നുമില്ല. കാരണം എന്താ? നമ്മുടെ ചുറ്റുപാടും നമ്മൾ വഴിതെറ്റിക്കുന്ന കാര്യങ്ങളാണ് എമ്പാടും. പക്ഷേ സിറാത്തുൽ മുസ്തഖീമിൽ ഉറച്ചു നിന്നവൻ, അവൻ എങ്ങനെ അതിൽ ഉറച്ചു നിന്നു എന്നുള്ളതിനാണ് അത്ഭുതം. കാരണം റബ്ബിൻ്റെ സഹായം കൂടാതെ, റബ്ബ് അവനെ എല്ലാ വശങ്ങളിൽ നിന്നും സംരക്ഷിച്ച് അവനതിൽ ഉറപ്പിച്ചു നിർത്തി, അവൻ എല്ലാ സഹായങ്ങളും നൽകി മുന്നോട്ട് കൊണ്ടുപോവാതെ അവനൊരിക്കലും അതിൽ ഉറച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞ മനോഹരമായൊരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞത്, അഅ്ളമുൽ കറാമ ലുസൂമുൽ ഇസ്തിഖാമ. ഏറ്റവും വലിയ കറാമത്ത് ഇല്ല, നമ്മൾ കറാമത്ത് എന്ന് പറയുമ്പോൾ ചുട്ട കോഴിയെ പറപ്പിക്കുക, കല്ലിൽ കൂടെ നടക്കുക, ആകാശത്തോടെ പറക്കുക, വെള്ളത്തിൽ കൂടെ നടക്കുക, ഇങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ മനസ്സിൽ വരിക. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ കറാമത്ത് എന്നുള്ളത് ഇസ്തിഖാമത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. സിറാത്തുൽ മുസ്തഖീമിൽ തെറ്റാതെ, അതിൽ പതറാതെ, വലത്തോട്ടോ ഇടത്തോട്ടോ പോകാതെ, അതിൽ തന്നെ റബ്ബിന് കണ്ടുമുട്ടുന്നത് വരേക്കും, റൂഹ് തൊണ്ടക്കുഴിന്ന് പിടിച്ചെടുക്കുന്നത് വരേക്കും അതിലായിക്കൊണ്ട് ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് ഒരു വലിയന്, അള്ളാഹു ഇഷ്ടപ്പെട്ട അവൻ്റെ ദാസന് റബ്ബ് കൊടുക്കുന്ന ഏറ്റവും വലിയ കറാമത്ത് അതാണ്. അപ്പോ സലാമത്ത് നൽകുന്നവൻ എന്ന അർത്ഥവും എന്തിനുണ്ട്? അസ്സലാം എന്ന പേരിനുണ്ട്. അതേപോലെ തന്നെ അൽ മുഅ്മിൻ. മുഅ്മിൻ എന്ന് വെച്ചാലും ഏകദേശം അതിനോട് യോജിച്ച് നിൽക്കുന്ന, ചേർന്ന് വരുന്നൊരു പേര് തന്നെയാണ്. മുഅ്മിൻ എന്ന് വെച്ചാൽ നമ്മൾ വിശ്വസിച്ച, ഈമാൻ സ്വീകരിച്ച ഒരാളെ ഒരു പടപ്പിനെ മുഅ്മിൻ എന്ന് പറയാറുണ്ട്, വിശ്വാസി. പക്ഷെ ഇവിടെ നൽകുന്ന ഈ പറയുന്ന മുഅ്മിൻ, അള്ളാഹുവിൻ്റെ പേരിൽപ്പെട്ട മുഅ്മിന് ആ ഒരു അർത്ഥമല്ല. അവിടെ അമ്ന് നൽകുന്നവൻ എന്നുള്ള അർത്ഥമാണ്, ഈമാനുള്ളവൻ എന്നുള്ള അർത്ഥമല്ല. അമ്ന്, നിർഭയത്വം നൽകുന്നവൻ, നിർഭയത്വം നൽകുന്നവൻ എന്ന് വെച്ചാൽ അള്ളാഹു പറഞ്ഞില്ല, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ.
അള്ളാഹു അമ്ന് നൽകുന്ന ആളുകളെ പറ്റി, അവരുടെ ക്വാളിറ്റികളെ പറ്റി അള്ളാഹു എടുത്തു പറയാണ്. ഈമാൻ ഉണ്ടാവുകയും ആ ഈമാനിൽ ഷിർക്ക് കലരാതിരിക്കുകയും ചെയ്തവർക്ക് അള്ളാഹു എന്ത് ചെയ്യും? അവർക്കാണ് അമ്നുള്ളത്. അല്ലെ? ഇന്നത്തെ കാലത്ത് വർത്തമാന ഇന്ത്യൻ സാഹചര്യത്തിൽ എല്ലാവരുടെയും ചർച്ച അമ്നിനെ പറ്റിയിട്ടാണ്. എന്താകും ഇവിടുത്തെ ഭാവി? നമ്മുടെ അവസ്ഥകൾ എന്തായിരിക്കും കുറച്ചു കാലം കഴിഞ്ഞാൽ? നമുക്ക് ഇവിടെ അമ്നോടുകൂടെ ജീവിക്കാൻ സാധിക്കുമോ? ഇവിടുത്തെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്താകും? അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ മുഅ്മിനാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നൊരു അടിമയ്ക്ക് ആ വിഷയത്തിൽ ഒരു പേടിയും ഒരു ബേജാറുണ്ടാവില്ല. കാരണം അള്ളാഹു ആണത് അമ്ന് തരുന്നവൻ. അതല്ലാതെ നമ്മുടെ ആൾപ്പെരുപ്പമോ നമ്മളുടെ മറ്റെന്തെങ്കിലും സ്വാധീനങ്ങളോ അധികാരമോ മറ്റൊന്നുമല്ല നമുക്ക് അമ്ന് തരുന്നത്. നമുക്ക് അമ്ന് തരുന്നത് അള്ളാഹുവാണ്. അതിന് അള്ളാഹു നിശ്ചയിച്ച സബബുകളുണ്ട്. അതിന് അള്ളാഹു നമ്മളോട് പൂർത്തീകരിക്കാൻ പറഞ്ഞ കണ്ടീഷനുകളുണ്ട്. ആ സബബുകൾ നമ്മൾ സ്വീകരിച്ചാൽ, ആ കണ്ടീഷനുകൾ നമ്മൾ പൂർത്തീകരിച്ചാൽ റബ്ബ് തന്നിരിക്കും അമ്ന്. നമുക്കൊന്നുമില്ലെങ്കിലും തന്നിരിക്കും. അതിന് ചരിത്രങ്ങൾ എത്രയോ സംഭവങ്ങൾ നമുക്ക് സാക്ഷികളാണ്. എത്രയോ തെളിവുകൾ നമുക്ക് മുന്നിൽ ധാരാളമാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അൽ മുഅ്മിനായ അള്ളാഹു സുബ്ഹാനഹു വ തആല, അവനിൽ നമ്മൾ വിശ്വസിക്കുന്നതിന്റെ ഭാഗമാണെന്ത്? അമ്ന് തരുന്നത് അവനാണ് എന്നുള്ള ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാവുക എന്നുള്ളത്. അല്ലെ? ശരിയായ തൗഹീദ്. നമ്മളിപ്പോൾ ഈ ആയത്തിൽ കഴിഞ്ഞു പോയ ആയത്തിൽ തന്നെ അള്ളാഹു പറഞ്ഞെന്താ? ഈമാൻ ഉണ്ടായിരിക്കുകയും ഈമാനിൽ ളുൽമ് കലർത്താതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ. ഈ ഒരൊറ്റൊരു ആയത്ത് മാത്രം കൃത്യമായി പാലിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് പറയാൻ പറ്റുന്ന എത്ര മുസ്ലിമീങ്ങളുണ്ട് ഇന്ന് ഇന്ത്യയിൽ? എത്ര പേർക്ക് ഉറപ്പ് പറയാൻ കഴിയും? ഷിർക്ക്, ചെറിയ ഷിർക്കോ വലിയ ഷിർക്കോ അതുമായി ബന്ധപ്പെട്ട മറ്റുള്ള കാര്യങ്ങളോ എൻ്റെ ജീവിതത്തിൽ വിശ്വാസമായിട്ടോ പ്രവർത്തനമായിട്ടോ സംസാരമായിട്ടോ കടന്നു വന്നിട്ടില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റുന്ന എത്ര ആളുകളുണ്ട്? അത് മാത്രമല്ല, വസ്തുത നേരെ തിരിച്ചാണ്. നമ്മുടെ നാട്ടിലെ ദുരവസ്ഥ അത് പോയി നേരിട്ട് കണ്ടറിഞ്ഞ ആളുകൾക്കറിയാം എത്രമാത്രം പരിതാപകരമാണ് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്നുള്ളത്. പേരിന് മാത്രം ഇസ്ലാമുള്ള ഒരുപാട് ആളുകൾ, തൗഹീദും ഷിർക്കും വേർതിരിച്ചറിയാത്ത, അള്ളാഹുവിനെയും മറ്റുള്ള താഗൂത്തുകളെയും വേർതിരിച്ചറിയാത്ത, ഇസ്ലാമും മറ്റുള്ള മതങ്ങളും തമ്മിൽ വേർതിരിച്ചറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം, അത്തരം ആളുകൾക്ക് അള്ളാഹു അമ്ന് കൊടുക്കുക എന്ന് അള്ളാഹു എവിടെയും വാക്ക് പറഞ്ഞിട്ടില്ല. അള്ളാഹു വാക്ക് പറഞ്ഞിട്ട് വാക്ക് തെറ്റിക്കൊന്നുമില്ല. അള്ളാഹുവിന് അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ അള്ളാഹു വാക്ക് പറഞ്ഞാൽ അള്ളാഹു അത് പാലിച്ചിരിക്കും. അത് നമ്മൾക്ക് എത്ര പ്രതികൂലമായ സാഹചര്യമായി തോന്നിയാലും റബ്ബ് നമ്മൾക്കൊരു കാര്യം വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ റബ്ബ് അത് പൂർത്തീകരിച്ചിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക. എന്നിട്ട് റബ്ബിൽ തവക്കുലാക്കി കഴിഞ്ഞാൽ റബ്ബ് അത് നൽകാതിരിക്കൂല. അതേപോലെ തന്നെ മുഹൈമിൻ എന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെയും മുകളിൽ ആധിപത്യം സ്ഥാപിക്കുന്നവൻ, എല്ലാത്തിൻ്റെക്കാളും കൂടുതൽ അതിജയിക്കുന്നവൻ, അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും മുകളിൽ അതിൻ്റെ ശക്തിയെയും അതിൻ്റെ കഴിവിനെയും എല്ലാത്തിനെയും അതിജയിക്കുന്നവൻ എന്നുള്ള പേരാണ്, അതിനറിയിക്കുന്ന പേരാണ് അൽ മുഹൈമിൻ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അധികാരത്തോളം വരുന്ന അധികാരം ഒരു രാജാവിനും ഇല്ല, ഒരു ചക്രവർത്തിക്കും ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ എല്ലാ രാജാക്കന്മാരും അവിടെ നിരന്ന് നിൽക്കുന്നുണ്ട്, എല്ലാ ചക്രവർത്തിമാരും ഉണ്ട്, എല്ലാ അധികാരികളും അഹങ്കാരികളും ധിക്കാരികളും പ്രമാണിമാരും എല്ലാവരും അവിടെ ഉണ്ട്. എല്ലാവരും ഒരു വസ്ത്രം, ഒരു തരി പോലും ഇല്ലാതെ, മറയില്ലാതെ, തണലില്ലാതെ നിരന്ന് നിൽക്കണം, ആണും പെണ്ണും വ്യത്യാസമില്ലാതെ. ഒന്ന് തലയുയർത്തി നോക്കാൻ പോലും പറ്റാതെ വിഷമം കൊണ്ടും നിരാശ കൊണ്ടും തല താഴ്ത്തി
പല്ല് കടിച്ച് മുഖം ഒന്ന് ഉയർത്താൻ പറ്റാതെ വിഷമിച്ച് നിൽക്കുന്ന സന്ദർഭത്തിലാണ് അള്ളാഹു ചോദിക്കുക, ഐന മുലൂക്കുൽ അർദ്, ഭൂമിയിലെ രാജാക്കന്മാരെവിടെ? ഒരൊറ്റൊരാളും ഉണ്ടൂല. ആ പടപ്പുകളിൽപ്പെട്ട ഒരൊറ്റൊരു അധികാരി പോലും ഉണ്ടൂല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അധികാരം എന്നുള്ളത് അതെല്ലാ അധികാരങ്ങൾക്കും ഉപരിയിലാണ്. അള്ളാഹുവിൻ്റെ ശക്തി എന്നുള്ളത് എല്ലാ ശക്തികളെക്കാളും കൂടുതലാണ്. അവനെ അതിജയിക്കുക, അവനെ തോൽപ്പിക്കുക, അല്ലെങ്കിൽ അവനേക്കാൾ ശക്തനായി തീരുക എന്നുള്ളത് ഒരിക്കലും ഒരാൾക്കും പറ്റാത്ത കാര്യമാണ്. അതാണ് അൽ മുഹൈമിൻ എന്നുള്ള പേരിൻ്റെ അർത്ഥം. പിന്നെ അൽ അസീസ്, അസീസ് പറഞ്ഞാൽ ഇസ്സത്ത്. നമ്മൾ ഈ പറയുമ്പോൾ ശ്രദ്ധിക്കണം, ഈ മുഹൈമിൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ആ ഒരു പേര് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ചിന്ത എന്താ? നമ്മൾക്കത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ റിഫ്ലക്റ്റ് ആവേണ്ടത്? എങ്ങനെയാണ്? നമ്മളാണ് ശക്തരായ ആളുകൾ എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും ദുർബലരല്ല. നമ്മൾ ദുർബലരാകുന്നത് റബ്ബ് നമ്മളോട് പാലിക്കാൻ പറഞ്ഞ കൽപ്പനകൾ നമ്മൾ പാലിക്കാത്തത് കൊണ്ടാണ്. റബ്ബ് പഠിപ്പിച്ച, നമ്മളോട് നിർബന്ധമാക്കിയ, നമ്മളോട് ഏൽപ്പിച്ച കാര്യങ്ങൾ നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ, അല്ലേ അള്ളാഹ് പറഞ്ഞില്ലേ, വലാ തഹിനു വലാ തഹ്സനു വ അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ നിങ്ങളാണ് ഉന്നതർ, നിങ്ങളാണ് ശക്തർ, നിങ്ങളാണ് മികച്ചവർ, നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ. അത് അള്ളാഹ് ആ ഒരു കണ്ടീഷനെ വെച്ചിട്ടുള്ളൂ. ഈമാൻ ശരിയായിരിക്കണം, സ്വഹാബത്ത് വിശ്വസിച്ചതുപോലത്തെ വിശ്വാസമായിരിക്കണം, നേരത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ ശിർക്ക് കലരാത്തതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളാണ് ഉന്നതർ. അള്ളാഹുവിൻ്റെ വാഗ്ദാനാണ്. അതേപോലെ തന്നെ അൽ അസീസ്, അസീസ് എന്ന് വെച്ചാൽ പ്രതാപശാലി, ചില അങ്ങേയറ്റത്തെ പ്രതാപം. നിന്ദ്യതയുടെ ഒരു തരി പോലും റബ്ബിനെ ബാധിക്കൂല. ഒരാളുടെ ഒരു പ്രവർത്തനം എന്ത് ചെയ്യുന്നില്ല, റബ്ബിനെ നിന്ദ്യനാക്കുന്നില്ല. ഒരുത്തൻ കുഫറിലായി റബ്ബിനെ വെല്ലുവിളിച്ച് ധിക്കരിക്കുമ്പോൾ അവൻ സ്വയം നിന്ദ്യനായിത്തീരാണ്. റബ്ബൊരിക്കലും അവൻ്റെ പ്രതാപത്തിൽ ഒരു കുറവും സംഭവിക്കുന്നില്ല. അതേപോലെ തന്നെ ഈ ഒരു പേര് അവൻ അസീസാണെന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട പ്രധാനപ്പെട്ട ചിന്ത എന്നുള്ളത്, അവൻ്റെ കൽപ്പനകൾ പാലിക്കുന്നതിലൂടെ നമുക്ക് ഇസ്സത്ത് കിട്ടുകയുള്ളൂ. കാരണം ഇസ്സത്തിൻ്റെ റബ്ബ് അവനാണ്. ഇസ്സത്തിൻ്റെ റബ്ബ് അവനാണെങ്കിൽ അവൻ്റെ കൽപ്പനകൾ പാലിച്ചാലേ നമുക്ക് ഇസ്സത്ത് കിട്ടുകയുള്ളൂ. ഇത് പല ആളുകൾ മറന്നു പോകുന്നൊരു അടിസ്ഥാനമാണ്. പല ആളുകളും ഇസ്സത്ത് കിട്ടാൻ വേണ്ടി പല ആളുകളുടെ, മറ്റ് പല മുസ്ലിമീങ്ങളുടെ, യൂറോപ്യൻസിൻ്റെയും മറ്റുമൊക്കെ കൾച്ചർ അതങ്ങനെ തന്നെ വീട്ടിലും കുടുംബത്തിലൊക്കെ നടപ്പിലാക്കുകയും അങ്ങനെ ദീനിൻ്റെ അധ്യാപനങ്ങൾ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാടെ വിസ്മരിക്കുകയും ചെയ്യുകയും എന്നിട്ട് ഇസ്സത്ത് അന്വേഷിക്കുകയും ചെയ്യുന്ന, അള്ളാഹ് ഖുർആനിൽ പറഞ്ഞു, അയബ്തഗൂന ഇൻദഹുമുൽ ഇസ്സ, നിങ്ങൾ അവരുടെ അടുക്കലാണോ ഇസ്സത്ത് പ്രതീക്ഷിച്ചു പോകുന്നത്? ഫൈനൽ ഇസ്സത ലില്ലാഹി ജമീഅ, തീർച്ചയായും എല്ലാ ഇസ്സത്തും അള്ളാഹുവിനാണുള്ളത്. എല്ലാ ഇസ്സത്തും അള്ളാഹുവിൻ്റെതാണ്. റബ്ബ് ഇസ്സത്ത് നൽകിയാൽ നമുക്ക് ഇസ്സത്തുള്ളവനാകാൻ സാധിക്കും. അപ്പൊ ഈ ഒരു ബോധ്യം നമുക്ക് വേണം. അതേപോലെ തന്നെ ജബ്ബാർ, ജബ്ബാർ എന്ന് പറയുമ്പോൾ അടക്കി ഭരിക്കുന്നവൻ എന്നൊക്കെയുള്ള അർത്ഥങ്ങൾ നമുക്ക് പരിചിതമാണ്. അതേപോലെ തന്നെ മറ്റൊരർത്ഥം അതിനുണ്ട്, പോരായ്മകൾ പരിഹരിക്കുന്നവൻ. അല്ലെ, നമുക്കൊരുപാട് പോരായ്മകളുണ്ട്, ഇബാദത്തുകൾ പൂർണ്ണമല്ല, നമുക്കൊരുപാട് തെറ്റുകുറ്റങ്ങൾ പറ്റുന്നുണ്ട്, അങ്ങനെ ഒരുപാട് എണ്ണി പറഞ്ഞാൽ തീരാത്ത ഒരുപാട് പോരായ്മ നമുക്കുണ്ട്. ഈ പോരായ്മകളൊക്കെ നമുക്ക് റബ്ബ് പരിഹരിച്ചു തരും, നമ്മൾ റബ്ബിലേക്ക് തിരിയേണ്ടതുപോലെ തിരിയുന്നവരാണെങ്കിൽ. അല്ലെ, നമ്മളെ റബ്ബ് നമ്മൾ ഒരുപാട് ന്യൂനതകളുള്ള, പക്ഷെ നമ്മുടെ റബ്ബ് ഒരിക്കലും ന്യൂനതകളുള്ളവനല്ലല്ലോ. നമുക്ക് ഒരുപാട് പോരായ്മകളുണ്ട്, ന്യൂനതകളുണ്ടെങ്കിൽ ഒരു പോരായ്മയില്ലാത്ത റബ്ബിനോട് നമുക്ക് ചോദിച്ചാൽ പോരായ്മകൾ നികത്താലോ. ആ ഒരു ചിന്ത നമുക്ക് വേണം.
ആ ഒരു പ്രതീക്ഷ നമുക്ക് വേണം. ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ട് റബ്ബിനോട് നമ്മുടെ പോരായ്മകൾ പരിഹരിക്കാൻ ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഓരോ ചെറുതും വലുതുമായ എല്ലാം എടുത്തു പറഞ്ഞ് റബ്ബെ ഇതെനിക്ക് മാറ്റിത്തരണം, എന്നെ നീ ഇങ്ങനെ ആക്കണം, അങ്ങനെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന പ്രാർത്ഥനകൾ നോക്കിക്കേ, ഓരോന്നോരോന്ന്, ബുഖ്ല്, അജ്സ്, അങ്ങനെ ഓരോ ചീത്ത ഗുണങ്ങൾ എടുത്തെടുത്തെടുത്ത് പറഞ്ഞിട്ട് അതിൽ നിന്നൊക്കെ റബ്ബെ നീ എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോരോ നല്ല ഗുണങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞിട്ട് അതെല്ലാം റബ്ബെ നീ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? റബ്ബിനെ, അവനെ അവലംബിച്ചുകൊണ്ട് നമ്മുടെ പോരായ്മകൾ അവനിലൂടെ നമ്മൾ പരിഹരിച്ചെടുക്കണം. അങ്ങനെയുള്ളവനാണ് നമ്മുടെ റബ്ബ് അൽ ജബ്ബാർ. നമ്മുടെ പോരായ്മകളൊക്കെ നമുക്ക് പരിഹരിച്ച് പൂർത്തീകരിച്ച് തരുന്നവനാണ്. അതേപോലെ തന്നെ അൽ മുത്തക്കബ്ബിർ. മുത്തക്കബ്ബിർ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ഭാവം അതുള്ളവൻ. നമ്മൾ മലയാളത്തിൽ അഹങ്കാരം എന്ന് പറയാറുണ്ട്. ശരിക്കും അഹങ്കാരം എന്നുള്ളത് പടപ്പുകൾ, നമുക്ക് അത് മോശപ്പെട്ടൊരു ഗുണമാണ്. കാരണം എന്താ, നമുക്ക് അഹങ്കരിക്കാൻ നമ്മൾ എന്താണ്, നമ്മൾ വിചാരിച്ചിട്ട് അല്ല നമ്മൾ ഉണ്ടായത് പോലും. നമ്മൾ ഈ ഇത്ര ഹൈറ്റിലാകണമെന്നും ഈ രൂപ ഷേപ്പിലാകണമെന്നും ഇന്ന വാപ്പാൻ ഇന്നുമ്മാൻ്റെ മകനാൻ ജനിക്കണമെന്നും ഇന്ന ഭാഷയിലായി നമ്മൾ നാട്ടിൽ ജീവിക്കണമെന്നും ഒന്നും നമ്മൾ തീരുമാനിച്ചല്ല. നമുക്കെന്ത് അഹങ്കരിക്കാൻ, നമുക്ക് എന്ത് യോഗ്യത ഉള്ളത്? നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊന്നും നമ്മളായിട്ട് കണ്ട് സ്വയം ഉണ്ടാക്കിയെടുത്തൊന്നുമല്ലല്ലോ. പിന്നെ നമ്മളങ്ങനെ അഹങ്കരിക്കുക. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്കോ, അവൻ അതിനർഹനാണ്. കാരണം എല്ലാ ഹൈറുകളും അവന്റെ പക്കൽ നിന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന അവനാണ്. എല്ലാം അവന്റെ സൃഷ്ടികളാണ്. അതുകൊണ്ട് തന്നെ അവനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അവസ്ഥ ഉണ്ടാവുക എന്നുള്ളത് അത് ഒരിക്കലും ഒരു ന്യൂനതയല്ല, മറിച്ച് അതൊരു പൂർണ്ണതയാണ് റബ്ബിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഹദീസുകളിൽ കാണാം, ആരെങ്കിലും അഹങ്കരിച്ചല്ലേ, നമ്മൾ കേട്ടിട്ടുള്ള ഹദീസാണ്, ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഒരു അണിമണി തൂക്കമെങ്കിലും അഹങ്കാരമുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അഹങ്കരിക്കുക എന്നുള്ളത് പടപ്പുകൾക്ക് വലിയൊരു ന്യൂനതയും അള്ളാഹുവിനതൊരു പൂർണ്ണതയാണ്. എന്നിട്ട് അവസാനം പറയുന്നത് സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. പങ്കു ചേർക്കുന്ന ആളുകൾ, അവരുടെ വിശേഷിപ്പിക്കലുകൾ, അവരുടെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ, ഇതിനെ തൊട്ടൊക്കെ അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്. എന്നുവെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, അള്ളാഹുവിനെ പങ്കു ചേർക്കുന്ന ഷിർക്ക് ചെയ്യുന്ന ആളുകളൊക്കെയും ഷിർക്കിലേക്ക് എത്തിയത്, അവരതിലേക്ക് നയിച്ചത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകളോ അറിവില്ലായ്മയായിരിക്കും. എപ്പോഴും നമ്മളത് ശരിക്കും നമ്മൾ ചിന്തിച്ച് നമ്മൾ ഓരോരുത്തരെ ഷിർക്ക് ചെയ്യുന്ന ഓരോരുത്തരെ വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു വസ്തുതയാണത്. ഷിർക്ക് ചെയ്യുന്ന ഓരോ മുശ്രിക്കുകളും ആ ഷിർക്കിലേക്ക് എത്തിയത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണയോ അറിവില്ലായ്മയോ കൊണ്ടായിരിക്കും. ആ ഒരു തെറ്റിദ്ധാരണ, ഇപ്പൊ അള്ളാഹുവിന് മകനുണ്ട് എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് എന്ത് ചെയ്യുക, ആ മകനിലേക്ക് തിരിയാം. അള്ളാഹുവിൻ്റെ അടുക്കൽ എന്തും പറഞ്ഞ് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ചോദിച്ചു വാങ്ങിക്കാൻ മാത്രം കെൽപ്പുള്ള ആളുകളുണ്ടെന്ന് മനസ്സിലാക്കും. പല ആളുകൾ തെറ്റിദ്ധരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, ആ ചോദിക്കുന്ന ഷഫാഅത്ത് എന്ന് പറഞ്ഞിട്ട് അത്തരം ആളുകളിലേക്ക് തിരിയുക. അങ്ങനെ ഓരോരുത്തരും ഓരോ അള്ളാഹു അല്ലാത്തവരിലേക്ക് ഇബാദത്തുകളുമായി തിരിയുന്നത് അള്ളാഹുവിനെ പറ്റി ശരിക്കും അറിയേണ്ടതുപോലെ അറിയാത്തതുകൊണ്ടാണ്, അവനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അപ്പൊ അത്തരം തെറ്റിദ്ധാരണകൾ, അബദ്ധ ധാരണകൾ, അറിവില്ലായ്മകൾ, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ, വിശ്വാസങ്ങൾ, ചിന്തകൾ, ഇതിൽ നിന്നൊക്കെ അള്ളാഹു പരിപൂർണമായിട്ടും മുക്തനാണ്. ചില അതുമായിട്ടൊന്നും അള്ളാഹുവിനൊരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. ആ പറയുന്ന കാര്യങ്ങളൊന്നും റബ്ബിന് ഒരു തരത്തിലും യോജിക്കുന്നതേ അല്ല. ആ ഒരു പ്രഖ്യാപനമാണ് സുബ്ഹാനല്ലാഹ് എന്നുള്ള പ്രഖ്യാപനം. സുബ്ഹാനല്ലാഹ് എന്ന് നമ്മൾ പറയുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നതാണ്, ചില എൻ്റെ റബ്ബായ അള്ളാഹുവിന് ആ മുശ്രിക്കുകൾ പറയുന്ന, അല്ലെങ്കിൽ അവർ ചിന്തിച്ചു കൂട്ടുന്ന, അവരുടെ മനസ്സിൽ കണക്കാക്കിയിട്ടുള്ള തെറ്റിദ്ധാരണകളും അറിവില്ലായ്മകളും അതൊന്നും എൻ്റെ റബ്ബിന് യോജിക്കുന്നതേ അല്ല. എൻ്റെ റബ്ബ് അങ്ങനെയുള്ളവനേ അല്ല. എൻ്റെ റബ്ബ് അതിൽ നിന്നെല്ലാം മുക്തനാണ്, അവൻ ഇതിൽ നിന്നെല്ലാം പരിശുദ്ധനാണ് എന്നുള്ള
പ്രഖ്യാപനമാണ് സുബ്ഹാനല്ലാഹ് എന്നുള്ള വാക്ക്. ഇൻഷാ അല്ലാഹ് അതിനുശേഷം ഒരായത്തും കൂടെ ഉണ്ട്. നമുക്കത് എന്ത് ചെയ്യാം, സമയം ഒരുപാടായിട്ടുണ്ട്, അടുത്ത ദിവസം സംസാരിക്കാം. അള്ളാഹു സുബ്ഹാനത്തിൽ എന്ത് ചെയ്യട്ടെ, അവനെ സംബന്ധിച്ച് ഏറ്റവും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാനും അവൻ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ തന്നെ അവനെ കണ്ടുമുട്ടാനും നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. അതിലിത്തരം സംസാരങ്ങളും സംരംഭങ്ങളൊക്കെ സബബുകളാക്കി തീർക്കുമാറാവട്ടെ. സല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.